ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ 8-ാം അധ്യായം ആയിട്ടുള്ള അക്ഷരബ്രഹ്മയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സന്ദർഭവശാൽ സാന്ദർഭികമായി പ്രണവത്തെ കുറിക്കുന്ന വിശദമായ ഒരു ചർച്ച ഇതിലാവശ്യമായി വന്നു. അപ്പോൾ മാണ്ഡൂക്യോപനിഷത്ത് 12 മന്ത്രങ്ങളുള്ള മാണ്ഡൂക്യോപനിഷത്ത് പ്രണവത്തെക്കുറിച്ച് മാത്രം പറയുന്ന ഉപനിഷത്താണ്. ആ മാണ്ഡൂക്യോപനിഷത്ത് നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലെ പ്രഥമ മന്ത്രമായിട്ടുള്ള 1-ാമത്തെ മന്ത്രം ഓമിത്യേതദക്ഷരമിദം സർവം തസ്യ ഉപവ്യാഖ്യാനം ഭൂതം ഭവത് ഭവിഷ്യതി ഇതി സർവമോങ്കാരമേവ യച്ചാന്യത് ത്രികാലാതീതം തദപി ഓങ്കാര ഏവ. ഓം എന്ന ഇത് അക്ഷരമാകുന്നു, അക്ഷരരഹിതമായ, അതിനെയാണ് നമ്മൾ വിസ്തരിക്കാൻ പോകുന്നത്. ഇതം സർവം തസ്യ ഉപവ്യാഖ്യാനം, ഇത് മുഴുവൻ പ്രണവത്തിൻ്റെ ഓംകാരത്തിൻ്റെ ഉപവ്യാഖ്യാനമാണ്. എങ്ങനെയാണ് അത് ഉപവ്യാഖ്യാനമായിരിക്കുന്നത് എന്ന് തുടർന്നുള്ള മന്ത്രങ്ങളിൽ പറയാൻ പോകുന്നുണ്ട്. ഭൂതം ഭവത് ഭവിഷ്യതി, എന്തൊക്കെ മുൻപ് ഉണ്ടായിട്ടുണ്ടോ, ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവോ, നാളെ എന്തൊക്കെ ഉണ്ടാകുമോ, അതെല്ലാം തന്നെ എന്താണ്? ഇതി സർവം ഓങ്കാരമേവ, എല്ലാം ഓങ്കാരം ആകുന്നു. ത്രികാലാതീതം, 3 കാലങ്ങൾക്കും അതീതമായിട്ടുള്ള, അന്യത് യത് ച, ഇനി ഇതിൽ നിന്ന് അന്യമായിട്ട് എന്തെങ്കിലും ഉണ്ട് എങ്കിൽ തത് അപി ഓങ്കാരമേവ, അതും ഓംകാരം തന്നെയാകുന്നു. ഇതാണ് ഈ 1-ാമത്തെ മന്ത്രമാണ് നമ്മൾ മനനം ചെയ്ത് വെച്ചിട്ടുള്ളത്. അടുത്ത മന്ത്രത്തിൽ, മാണ്ഡൂക്യത്തിലെ അടുത്ത മന്ത്രത്തിൽ പറയുന്നത് സർവം ഹേതദ് ബ്രഹ്മ, പ്രസിദ്ധമായ മഹാവാക്യം ഇവിടെയാണ് വരുന്നത്. സർവം ഹേതദ് ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ സോയമാത്മാ ചതുഷ്പാദ്. സർവം ഹി ഏതത് ബ്രഹ്മ, ഏതത് സർവം ബ്രഹ്മ ഹി, ഈ പറഞ്ഞ സമസ്തവും, ഈ പറഞ്ഞ സമസ്ത പ്രപഞ്ചവും, ഇതിനെ പ്രപഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അതിൽ ഉൾപ്പെട്ടു. ഇത് പഞ്ചീകരിക്കപ്പെട്ടത് എന്നർത്ഥത്തിലാണ്, പഞ്ചമഹാഭൂതങ്ങളാൽ ചേർന്ന് നിൽക്കുന്നത്. പ്രകർഷേണ പഞ്ചീകൃതമിതം പ്രപഞ്ചം എന്ന് പറയും. അങ്ങനെ ഈ സമസ്തവും, ഏതത് സർവം ബ്രഹ്മഹി, ഇതെല്ലാം തന്നെ എന്താണ്? ബ്രഹ്മം തന്നെയാണ്. അയം ആത്മാ, ഈ ആത്മാവ്, ഏതൊന്നിനെക്കുറിച്ചാണോ ഇവിടെ വിചാരം ചെയ്യുന്നത്, ആ ആത്മാവ്, അയമാത്മാ ബ്രഹ്മ, ഇത് ബ്രഹ്മമാകുന്നു. സ അയം ആത്മാ ചതുഷ്പാദ്, ഈ ആത്മാവിന് ഇതാകുന്നു എന്ന് പറഞ്ഞുവല്ലോ, ഈ ആത്മാവ് ബ്രഹ്മമാകുന്നു. അങ്ങനെ ബ്രഹ്മമായിട്ടുള്ള ഈ ആത്മാവിന് 4 പാദങ്ങളുണ്ട്. സ അയം ആത്മാ ചതുഷ്പാദ്. എന്തൊക്കെയാണ് അതിൻ്റെ 4 പാദങ്ങൾ? എന്താണ്? ഈ 4 പാദങ്ങളെക്കുറിച്ച് ഉപനിഷത്ത് തന്നെ വിസ്തരിക്കുന്നുണ്ട്, ഓരോ പാദങ്ങളെക്കുറിച്ചും. അതിൽ ആദ്യ പാദത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ പ്രണവം എന്താണ്? പ്രണവം ഭഗവാൻ അർജുനന് ഉപദേശിക്കുന്ന, യമധർമ്മൻ നചികേതസിന് ഉപദേശിക്കുന്ന, അതുപോലെ വേദാന്ത ശാസ്ത്രത്തിൽ ഉടനീളം ഉപദേശരൂപത്തിൽ മനനം ചെയ്യാൻ, ധ്യാനത്തിന് വിധേയമാക്കാനൊക്കെ ധർമ്മശാസ്ത്രത്തിൽ പറയപ്പെട്ടിട്ടുള്ളതാണ് ഓം. അതുകൊണ്ടാണ് അതിനെ താരകം, പ്രണവം ഇത്യാദി ശബ്ദങ്ങളെ കൊണ്ട് പറയപ്പെട്ടിട്ടുള്ളത്.
അതിൻ്റെ മൂന്നാമത്തെ മന്ത്രത്തിൽ അതിനെക്കുറിച്ച് പറയാം. മൂന്നാമത്തെ മന്ത്രം പറയാം. ജാഗരിതസ്ഥാനോ ബഹിപ്രജ്ഞഃ സപ്താംഗ ഏകോനവിംശതിമുഖഃ സ്ഥൂലഭുക് വൈശ്വാനര പ്രഥമപാദഃ. ജാഗരിതസ്ഥാനോ ബഹിപ്രജ്ഞ സപ്താംഗ ഏകോനവിംശതിമുഖ സ്ഥൂലഭുക് വൈശ്വാനര പ്രഥമപാദ. അപ്പം ഈ ആത്മാവിന്, പ്രണവത്തിന് 4 പാദങ്ങളുണ്ട്. ഈ 4 പാദങ്ങളെ തൊട്ട് കാണിക്കുകയാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വേദാന്ത ശാസ്ത്രം, ഉപനിഷത്തൊക്കെ പറയുന്നത് നമ്മളിൽ നിന്ന് അന്യമായല്ല. ഈ സാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിൽ നിന്ന് അന്യമായതിന്, ഉപനിഷത്തിൻ്റെ ഭാഷയിൽ നമ്മളിൽ നിന്ന് അന്യമായത്, അതിനെ തൽക്കാലം നമുക്ക് എന്തു പറയാം? സമഷ്ടി എന്ന് പറയാം. സമഷ്ടിയാണ്, ടോട്ടാലിറ്റി. അത് നമ്മളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന സമയത്തോ വ്യഷ്ടിയാണ്. ഇങ്ങനെ വ്യഷ്ടി സമഷ്ടി രണ്ടുണ്ടോ എന്ന് ചോദിച്ചാൽ രണ്ടുണ്ട്. എന്നാൽ ഈ വ്യഷ്ടിയും സമഷ്ടിയും ഒന്നായിത്തീരുന്ന ഒരവസ്ഥയിൽ രണ്ടില്ല, ഒന്നേ ഉള്ളൂ. ഇവിടെ അതൊക്കെ പറയാൻ പോവുകയാണ്. എന്താണ് വ്യഷ്ടി? എന്താണ് സമഷ്ടി? ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഒരു വൃക്ഷത്തെ നമുക്ക് വൃക്ഷം എന്ന് വിളിക്കാം. അതിൻ്റെ വലിയ അനേക വൃക്ഷങ്ങൾ കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു ഇടത്തെ നമ്മൾ പറയുന്നു കാടെന്ന് പറയുന്നു. വൃക്ഷസമൂഹങ്ങളാണ് ഒരു ടോട്ടാലിറ്റിയിൽ വരുമ്പോൾ. ജലത്തിൻ്റെ അനന്തമായ, അളവില്ലാത്ത, അത്രയും സമ്മേളിതമായ രൂപത്തിന് നമ്മൾ സമുദ്രം എന്ന് പറയും. നമ്മുടെ കിണറിലിരിക്കുന്നതോ അതേ വ്യഷ്ടി നമ്മുടെ ശരീരത്തിലുണ്ട്. അതാണ് ഇവിടെ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ വ്യഷ്ടി സമഷ്ടി, സയൻസിൽ നമ്മൾ മാക്രോകോസം മൈക്രോകോസം എന്ന് പറയുന്നുണ്ടല്ലോ, അത് തന്നെ. എന്തൊക്കെയാണ് പറയുന്നത്? ജാഗരിതസ്ഥാനോ ബഹിപ്രജ്ഞ സപ്താംഗ ഏകോനവിംശതിമുഖ സ്ഥൂലഭുക് വൈശ്വാനര പ്രഥമപാദ. ഒന്നാമത്തെ പാദം എന്താണ്? ജാഗരിതസ്ഥാനഃ. ജാഗരിതസ്ഥാനം എന്ന് പറഞ്ഞാൽ ജാഗ്രത അവസ്ഥയോടു കൂടിയ. എന്താണ് ജാഗ്രത അവസ്ഥ? നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങളൊക്കെ ഉണർന്ന് പ്രപഞ്ചത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, കാണുക, കേൾക്കുക, രുചിക്കുക, സ്പർശിക്കുക, ഘ്രാണിക്കുക ഇത്യാദി അനുഭവങ്ങൾ അനുഭവിക്കുന്ന, ജീവൻ അനുഭവിക്കുന്ന അവസ്ഥയെയാണ് ജാഗ്രത അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോഴൊക്കെ നമ്മൾ ജാഗ്രത അവസ്ഥയിലാണ്. അപ്പോൾ ആ ഒന്നാമത്തെ പ്രഥമപാദത്തെ നിർവചിക്കുകയാണ്. എന്തിൻ്റെ? പ്രണവത്തിൻ്റെ. അപ്പം ജാഗരിതസ്ഥാനഃ, ജാഗ്രതാവസ്ഥയാകുന്ന സ്ഥാനത്തോട് കൂടിയതും, ബഹിപ്രജ്ഞഃ, പ്രജ്ഞ, ജ്ഞപ്തി, അറിവ്, ബഹി, ബാഹ്യമായ ലോകത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, അത് പുറത്തേക്കാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സപ്താംഗ, 7 അംഗങ്ങളോട് കൂടിയ
ഏകോനവിംശതിമുഖ, വിംശതി 20, ഏകോ ന 20-ൽ നിന്നൊന്ന് കുറച്ചാൽ, അങ്ങനെയാണ് സംസ്കൃതത്തിൽ പറയാം. അപ്പോൾ 20-ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാവും? 19. അപ്പോൾ 19-ന് പറയുന്നത്, സംസ്കൃതത്തിൽ പറയുന്നതാണ് ഏകോന വിംശതി. അങ്ങനെ സപ്താംഗ 7 അംഗങ്ങളോടുകൂടിയ ഏകോന വിംശതി മുഖ, 19 മുഖങ്ങളോട് കൂടിയിട്ടുള്ള സ്ഥൂലഭുഗ്, സ്ഥൂലമായിട്ടുള്ളതിനെ അനുഭവിക്കുന്ന വൈശ്വാനര പ്രഥമ പാദ. വൈശ്വാനരൻ ആണ് ഒന്നാമത്തെ പാദം. ഇപ്പം ഈ പ്രണവത്തിന് 4 തലങ്ങളുണ്ട്. ശബ്ദത്തെ എടുത്തു കഴിഞ്ഞാൽ, പ്രണവം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അതാണ് ഇവിടെ വിസ്തരിക്കുന്നത്. ആ, ഉ, മ, ഇതാണ് ഓം എന്ന് വരുമ്പോൾ. പക്ഷെ അതിലൊരു അനുസ്വാരമുണ്ട്, എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പ്രഥമ പാദമായി, ഒന്നാമത്തെ പാദമായി നമ്മളോട് പറയുന്നത് നമ്മുടെ തന്നെ അനുഭവത്തെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് സപ്ത അംഗങ്ങൾ? ഇവിടെയാണ് നമ്മൾ വ്യഷ്ടിയെയും സമഷ്ടിയെയും കാണുക. സപ്ത അംഗങ്ങൾ ഇന്നതാണ് എന്ന് ഇവിടെ ഉപനിഷത്തിൽ പ്രത്യേകം പറയില്ല. പക്ഷേ എന്നാൽ മറ്റൊരു ഉപനിഷത്തിൽ പറയുന്നുണ്ട്. ഉപനിഷത്ത് തന്നെയാണ് ഇത് പറയുന്നത്. അപ്പോൾ ഈ വ്യഷ്ടി സമഷ്ടി തലത്തിലാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. അവിടെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശിരസ് ഇതിലെ ഒന്നാമത്തെ അംഗമാണ്. വ്യഷ്ടിയിൽ നമ്മുടെ ശിരസിനെ എടുക്കുമ്പം, സമഷ്ടിയിലേക്ക് വരുമ്പം അത് സ്വർഗത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. ഇങ്ങനെ ഈശ്വരൻ്റെ രൂപകൽപ്പന പറയുന്ന സമയത്തും ഇങ്ങനെയാണ്. അംഗങ്ങളെ വ്യഷ്ടി സമഷ്ടി ഭാവങ്ങളെ കൊണ്ട് അടയാളപ്പെടുത്തുന്നുണ്ട് പലയിടത്തും. അപ്പോൾ ഈ ശിരസ് വ്യഷ്ടിതലത്തിൽ നമ്മുടെ ശിരസ് സമഷ്ടിയിലെടുക്കുന്ന സമയത്ത് അത് സ്വർഗത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഇതൊരു അംഗമാണ്. രണ്ടാമത്തെ അംഗം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകളാണ്. 2 കണ്ണ്, കണ്ണിനെയാണ് പറയുന്നത് വ്യഷ്ടിതലത്തിൽ. സമഷ്ടിതലത്തിൽ സൂര്യനാണ് ചക്ഷുസ്. കണ്ണായി വർത്തിക്കുന്നത് സൂര്യനാണ്. വ്യഷ്ടിയിൽ കണ്ണ്, സമഷ്ടിയിൽ സൂര്യൻ. അപ്പം ഈ നമ്മുടെ ശരീരത്തെ, ഒരു വ്യഷ്ടി ശരീരത്തെ പോലെ പ്രപഞ്ചത്തിന് ഒരു ശരീരമുണ്ട്. അതിനെയാണ് വിശ്വപുരുഷൻ എന്ന് പറയുക. വിരാട് പുരുഷൻ എന്ന് പറയുന്നത് അതിനെയാണ്. അപ്പം ശിരസ്, തല, അതുപോലെ കണ്ണ്. പിന്നെ മൂന്നാമത്തെ അംഗമായി പറയുന്നത് പ്രാണനാണ്. പ്രാണൻ വ്യഷ്ടിതലത്തിൽ നമ്മൾ പ്രാണനെ എടുക്കുന്നു, പുറത്തുവിടുന്നു. സമഷ്ടിയിൽ അത് വായുവാണ്. അപ്പോൾ സമഷ്ടിയിലെ വായുവായിരിക്കുന്നതാണ് വ്യഷ്ടിയിൽ നമ്മുടെ ശരീരത്തിലൂടെ പ്രാണനായി പ്രവർത്തിക്കുന്നത്. ഇത് വ്യഷ്ടി സമഷ്ടി സദാസമയം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. പിന്നെ നാലാമത്തെ അംഗമായി പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ മധ്യദേഹമാണ്, മധ്യഭാഗമാണ്, ദേഹമാണ്. അത് സമഷ്ടിയിൽ ആകാശമാണ്. ഇതാണ് ഈ ഉപനിഷത്തിൽ നിന്ന്, ഇത് നമ്മൾ പുരുഷ സൂക്തം എടുക്കാമെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതും വേണ്ടത് തന്നെയാണ്. ഈ വേദാന്ത ശാസ്ത്രത്തിലൂടെ അല്ലാതെ ഇതൊക്കെ മനസ്സിലാക്കിയാൽ ഇതൊക്കെ നാട്ടിൽ കുഴപ്പങ്ങളുള്ള സാധനങ്ങളാണ്. അതാണ് ഈ പുരുഷ സൂക്തം. ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃത ഊരു തദസ്യേദ്വൈശ്യ പദ്ഭ്യാം ശൂദ്രോ അജായത. അവിടെയാണ് പ്രശ്നമായത്. ശൂദ്രൻ കാലിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയായില്ല എന്നാ.
ബാക്കി സൂര്യനും ചന്ദ്രൻ മനസ്സാണ്, സൂര്യൻ കണ്ണാണ് എന്നൊന്നും പറഞ്ഞതിന് ഒരു കുഴപ്പമില്ല. ഒരു വിരാട് വർണ്ണനയിൽ നിന്ന് അപ്പം ഇത് ആരാണ് ശൂദ്രനെന്നും ആരാണ് ബ്രാഹ്മണനെന്നും മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്നമുണ്ട്. ബാക്കി അവിടെ നിന്ന് ആ കാര്യങ്ങളൊന്നും മനസ്സിലാകാതെ അതിലെ ഒരു ശബ്ദം മാത്രം എടുത്തിട്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരു കുത്തഴിഞ്ഞ വ്യവസ്ഥിതിയോട് ചേർത്ത് വെച്ച് പറയുമ്പം അതിൽ ഒരുപാട് അപകടങ്ങളുണ്ട്. നമ്മൾ ഇതിനെ പൂർണ്ണമായി നിഷേധിക്കുകയാണ്, നിരാകരിക്കുകയാണ്. ഈ വലിയ ജ്ഞാന ഭണ്ഡാകാരത്തെ അത് വലിയ അബദ്ധമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മധ്യഭാഗം, ശരീരത്തിൻ്റെ മധ്യഭാഗമാണ് നാലാമത്തെ അംഗമായി പറയുന്നത്. അത് തന്നെയാണ് സമഷ്ടിയിൽ വരുന്ന സമയത്ത് ആകാശത്തിൻ്റെ സ്ഥാനം ഉൾക്കൊള്ളുന്നത്. അഞ്ചാമത്തത് വ്യഷ്ടി ശരീരത്തിൽ മൂത്രസ്ഥാനം, അതാണ് സമഷ്ടിയിൽ ജലമായിട്ട് വരുന്നത്. ജലമായിട്ട് സമഷ്ടി ജലമാണ് വ്യഷ്ടി ശരീരത്തിൽ മൂത്രമായിട്ട് നിലകൊള്ളുന്നത്. ആറാമത് നമ്മുടെ വ്യഷ്ടി ശരീരത്തിൽ കാലുകളാണ്. സമഷ്ടിയിൽ വരുമ്പോൾ അത് ഭൂമിയാണ്. ഏഴാമത് വരുന്ന സമയത്ത് നമ്മുടെ മുഖമാണ്. അതാണ് സമഷ്ടിയിൽ അഗ്നിയായിട്ട് വരുന്നത്. ഇതാണ് ഇതിൻ്റെ സപ്ത അംഗങ്ങൾ. വ്യഷ്ടിയിലെ ഈ സപ്ത അംഗം, വ്യഷ്ടി ശരീരത്തിലെ ഈ സപ്ത അംഗം സമഷ്ടിയിൽ വരുന്ന സമയത്ത് ഇതായിട്ട് പരിണമിച്ചിരിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ഓരോ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഒക്കെ ഏതേത് പ്രപഞ്ചത്തിലെ ഘടകങ്ങളിൽ നിന്ന് ആവിർഭൂതമായതാണ്, അതിന് സമഷ്ടിയുമായിട്ടുള്ള അതിൻ്റെ ബന്ധം എന്താണ്, ഇത്യാദി കാര്യങ്ങളൊക്കെ നമ്മുടെ കൃതികളിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് വിവേക ചൂടാമണി, തത്വബോധം, ആത്മബോധം തുടങ്ങിയിട്ടുള്ളതിലൊക്കെ മനസ്സിൻ്റെ ദേവനായിട്ടുള്ള ചന്ദ്രൻ, സൂര്യൻ്റെ ദേവനായിട്ടുള്ള നേത്രം, ബുദ്ധി, ഇങ്ങനെ ത്വഗ് ആകാശത്തിൽ നിന്ന്, നാസിക ഭൂമിയിൽ നിന്ന് വളരെ മനോഹരമായിട്ടാണ് അതൊക്കെ അവിടെ വർണ്ണിച്ചിരിക്കുക. വളരെ എന്താ പറയുക, നമ്മൾ ചെറിയ ക്ലാസ്സിൽ സയൻസ് പഠിക്കുന്നത് പോലെ ആ വിധത്തിലാണ് അതിൻ്റെ വിവരണം വരുന്നത്. അപ്പോൾ ഇവിടെ ഈ 7 അംഗങ്ങൾ, നമ്മുടെ ശിരസ്, നമ്മുടെ കണ്ണ്, അതുപോലെ പ്രാണൻ, നമ്മുടെ മധ്യദേഹം, മൂത്രസ്ഥാനം, കാലുകൾ, അതുപോലെ മുഖം, ഇത്ര വ്യഷ്ടിയിൽ അംഗങ്ങളായിരിക്കുന്നത് സമഷ്ടിയിൽ സ്വർഗവും സൂര്യനും വായുവും ആകാശവും ജലവും ഭൂമിയും അഗ്നിയും. ഇത്രയാണ് ഈ വ്യഷ്ടി സമഷ്ടി ഇത്. അതേ സമയത്ത് ഈ ജാഗ്രത അവസ്ഥ അനുഭവിക്കുന്ന ജീവൻ, ആ ജീവനെയാണ് ഇവിടെ വൈശ്വാനരൻ എന്ന് പറഞ്ഞത്. ആ വൈശ്വാനര പ്രഥമപാദഃ ആണ്. ഈ വൈശ്വാനരനെയാണ് വിശ്വൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിശ്വൻ നമ്മുടെ വ്യഷ്ടിയിൽ നിൽക്കുകയാണ്. മറ്റത് വൈശ്വാനരൻ അല്ലെങ്കിൽ വിരാട് പുരുഷൻ. അപ്പം നമുക്ക് ഈ പറഞ്ഞ അവസ്ഥകളിൽ ഒരു പേരും ഉണ്ട്. ആ പേരും കൂടിയാണ് പറയുന്നത്. ഇനി എന്താ പറയുന്നത്, സപ്താംഗ, ഇങ്ങനെ 7 അംഗങ്ങളും അതുപോലെ തന്നെ ഏകോനവിംശതി മുഖഃ, ഇതിനെന്തുണ്ട്, 19 മുഖങ്ങളോട് കൂടിയിട്ടുള്ളതാണ്. എന്തൊക്കെയാണ് ഈ 19 മുഖങ്ങൾ? നമ്മുടെ 5 ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. അതേസമയം 5 കർമ്മേന്ദ്രിയങ്ങളുമുണ്ട്. വാക്ക്, പാണി, പാദ, പായു, ഉപസ്ഥം. അപ്പം 5 5 10 ആയി. പിന്നെ 5 പ്രാണന്മാരുണ്ട്. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, ഇങ്ങനെ 5 പ്രാണന്മാർ. അപ്പം 3 5 ആയി. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും 5 പ്രാണന്മാരും 15 ആയി. ഇനിയുള്ളത് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം.
ഈ 19, 15, 4, 19 ഇത് ഈ വൈശ്വാനരൻ്റെ ഒന്നാം പാദത്തിൻ്റെ ഇതിൻ്റെ ഈ 7ഉം 19ഉം 7 അംഗങ്ങളും 19 മുഖങ്ങളും ചേർന്നിട്ടുള്ള എന്താണ് ബഹിപ്രജ്ഞനായിട്ടുള്ള സ്ഥൂലഭുകായ വൈശ്വാനരൻ്റെ ഒന്നാമത്തെ പ്രഥമ പാദമാകുന്നു എന്ന് പറയുകയാണ്. തുടർന്ന് അപ്പോൾ എങ്ങനെയാണ് ഇത് വിസ്തരിച്ച് മനസ്സിലാക്കേണ്ടതല്ലേ? വിസ്തരിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇതിൻ്റെ വിസ്താരത്തിൽ ഇതിലെന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ നിങ്ങൾക്ക് നേരിടുന്നുണ്ടെങ്കിൽ നമുക്ക് അത്, കാരണം നമ്മുടെ തത്വബോധവും ആത്മബോധവും ഒക്കെ ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. കുറച്ചൊരു ശ്രവണം ഇതിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ആവർത്തിച്ച് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒന്നുകൂടെ ഉറയ്ക്കും നമുക്ക്. ഇപ്പോൾ ഇവിടെ നമ്മളിലാണ് ഈ പ്രണവത്തെക്കുറിച്ച് പറയുന്നത്. ഇത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞാൽ അതെങ്ങനെയാണത് മനസ്സിലാവുക? അപ്പോൾ എങ്ങനെയാണ് ഈ സത്യസാക്ഷാത്കാരം എന്ന് പറയുന്ന, ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബോധം, ആത്മാ, ഈശ്വരൻ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് നമുക്ക് ബോധിക്കണ്ടേ? അപ്പോൾ ഇത് നമ്മളിൽ നിന്നാണ് ഇതിൻ്റെ അന്വേഷണവും കണ്ടെത്തലും എല്ലാം നടത്തേണ്ടത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ പാദമായിട്ട് നമ്മളെ തന്നെ ആണ് പറയുന്നത്. ഇതിൻ്റെ ഒരു സമഷ്ടി ഭാവവും ഉണ്ട്. അപ്പോൾ നമ്മളൊക്കെ എന്താണ് ഇങ്ങനെ ഉണർന്നിരുന്ന് നമ്മുടെ ഈ കണ്ണും മൂക്കും നാക്ക് തൊക്ക് ചെവി ഇത്യാദികളെ കൊണ്ടൊക്കെ കാണുക, കേൾക്കുക, രുചിക്കുക, സ്പർശിക്കുക ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, ചിന്തനകർത്തൃം ചിത്തം എന്ന് പറയുന്ന ആലോചനകളുണ്ട്, ചിന്തിക്കുന്ന ഏർപ്പാട്. അതുപോലെ ഞാനെന്ന അഹങ്കാരവുമുണ്ട്. പ്രാണന്മാർ 5 ഉണ്ട്. പ്രാണാപാന വ്യാന ഉദാന സമാനന്മാർ. ഇതെല്ലാം നമ്മളിലുള്ളതാണ്. അങ്ങനെയുള്ള ആ ജീവൻ്റെ ഈ അവസ്ഥ ബാഹ്യലോകത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥൂലബുക്കായിട്ടുള്ള സ്ഥൂല ശരീരത്തിലിരുന്ന് ഈ വിഷയങ്ങൾ, പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു. ആ അനുഭവിക്കുന്ന ആളുടെ ഒന്നാമത്തെ അവസ്ഥ അത് തന്നെയാണ്. ആ അവസ്ഥയെയാണ് ഇവിടെ പാദം എന്ന് പറഞ്ഞത്. ആ പാദമാകുന്നു. അതെന്താണ്? ജാഗ്രത അവസ്ഥയാണ്. ആ ജാഗ്രത അവസ്ഥയിൽ ഇവിടെ വൈശ്വാനര പ്രഥമപാദ എന്ന് പറഞ്ഞു. ആ വൈശ്വാനരൻ തന്നെയാണ് വിരാട് പുരുഷൻ എന്ന് പറയുന്നത്. വ്യഷ്ടിയിൽ അവനൊരു പേര് നൽകുമ്പം വിശ്വൻ എന്നാണ്. തുടർന്ന് 4ാമത്തെ മന്ത്രത്തിൽ പറയുന്നു, സ്വപ്നസ്ഥാനോ അന്തഃപ്രജ്ഞഃ സപ്താംഗ ഏകോനവിംശതിമുഖഃ പ്രവിവിക്തഭുഗ് തൈജസോ ദ്വിതീയപാദഃ. സ്വപ്നസ്ഥാനഃ അന്തഃപ്രജ്ഞഃ സപ്താംഗ ഏകോനവിംശതിമുഖഃ പ്രവിവിക്തഭുഗ് തൈജസഃ ദ്വിതീയപാദഃ. ഇപ്പം 2ാമത്തെ പാദം, 4 പാദങ്ങൾ എന്ന് പറഞ്ഞു. അപ്പം അതിൽ 2ാമത്തെ പാദം എന്താണ്? സ്വപ്നസ്ഥാനഃ. സ്വപ്നമാകുന്ന സ്ഥാനത്തോട് കൂടിയിട്ടുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും സ്വപ്നം കാണുന്നില്ലേ? എന്ത് സ്വപ്നം എന്നുള്ളത് വിട്ടേക്കും. സ്വപ്നം നമ്മൾ അനുഭവിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു ലോകം, അങ്ങനെ ഒരു അവസ്ഥ, അനുഭവം നമ്മളെ സംബന്ധിച്ച് സത്യമാണ്. സ്വപ്നം സത്യമാണോ അസത്യമാണോ എന്നുള്ള കാര്യം വേറെ, അതവിടെ ഇരിക്കട്ടെ. എന്തുകൊണ്ട് സ്വപ്നം കാണുന്നു ഞാൻ എന്നാണെങ്കിൽ, ജാഗ്രത അവസ്ഥയിൽ ഇപ്പോൾ ഉണർന്നിരുന്ന് എൻ്റെ ചിന്തകളും ഞാൻ കാണുന്നതും കേൾക്കുന്നതും, ഇപ്പോൾ ടി വി കണ്ടു അത് എന്നൊക്കെ പറഞ്ഞങ്ങനെ ഓരോ സാധനങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് അടിഞ്ഞുകൂടുന്നുണ്ട്. വേദാന്തത്തിൽ പറയും, ജാഗ്രത അവസ്ഥായാം യശ്രുതം യദൃഷ്ടം തജ്ജനിതവാസനയാ
നിദ്രാസമയേ. ഇപ്പം ജാഗ്രത അവസ്ഥയിൽ നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, രുചിക്കുന്നത്, സ്പർശിക്കുന്നത്, ഇതെല്ലാം പലതും കളക്ട് ചെയ്യുന്നുണ്ട്. പലയിടത്തും പല വിധത്തിലുള്ള രേഖപ്പെടുത്തലുകൾ ഉണ്ടാവുന്നുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫയൽ എടുത്തിട്ടാണ് നിദ്രാസമയത്തിൽ, ഉറക്കത്തിൽ എന്തുണ്ടാക്കുന്നത്? ഒരു ലോകത്തെ ഉണ്ടാക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്നതാണത്. പക്ഷെ അത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അയ്യോ ഞാനിത് സ്വപ്നമാണ്, അതുകൊണ്ട് പ്രശ്നമില്ല എന്നൊന്നുമല്ല. അത് യാഥാർത്ഥ്യമാണ് നമ്മളെ സംബന്ധിച്ച്. ഇതൊക്കെ നന്നായിട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലേക്ക് വരുമ്പോൾ വളരെ മനോഹരമായിട്ട് അതൊക്കെ പറയും. ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരാ യാ സംവിദുജൃംഭതേ. ദക്ഷിണാമൂർത്തി സ്തോത്രം നമുക്ക് എടുക്കാം. ഇതൊക്കെ കുറേ കാര്യങ്ങളുണ്ട് എടുക്കാനും പഠിക്കാനും ഒക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് എന്നുള്ള മട്ടിൽ ഇങ്ങനെ പോവാം. ഒന്നും തിരക്കാക്കണ്ട. അപ്പം എന്താണ് സ്വപ്നസ്ഥാനഹ, സ്വപ്നമാകുന്ന സ്ഥാനത്തോട് കൂടിയിട്ടുള്ള അന്തഃപ്രജ്ഞ. അപ്പോൾ പ്രജ്ഞ ബാഹ്യമായിട്ടുള്ള ലോകത്തെയാണോ? അല്ല, അന്തഃപ്രജ്ഞ ആന്തരിക ലോകത്തിലേക്കാണ്. അപ്പം നമുക്ക് ശരീരം തന്നെ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും കാരണശരീരവും ഉണ്ട്. 3 ശരീരങ്ങളുണ്ട്. അപ്പം ഈ സ്ഥൂല ശരീരം കൊണ്ടാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. ആ പ്രജ്ഞ എന്താണ്? നേരത്തെ പറഞ്ഞ ബഹിപ്രജ്ഞയാണോ? അല്ല, അന്തഃപ്രജ്ഞ. അപ്പം അന്തഃപ്രജ്ഞ ആന്തരികമായ പ്രജ്ഞയോട് കൂടിയിട്ടുള്ള സപ്താംഗ, നേരത്തെ പറഞ്ഞ 7 അംഗങ്ങളും 19 മുഖ, 19 മുഖത്തോട് കൂടിയിട്ടുള്ള പ്രവിവിക്ത ബുഗ്. പ്രവിവിക്ത ബുഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം പ്രവിവിക്ത ബുഗാണ്. അതായത് തൻ്റെ ആ ഒറ്റപ്പെട്ട അനുഭവത്തെ അനുഭവിക്കുന്ന ആളാണ്. അപ്പം സമഷ്ടിയിലൊരു അനുഭവം, ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് ഇരുന്ന് കുറേ 100 പേര് ഒരുമിച്ച് ഒരു പ്രകൃതിയുടെ എന്തെങ്കിലും ഒരു സൂര്യോദയമോ സൂര്യാസ്തമയോ അല്ലെങ്കിൽ കടൽ തീരത്തോ എന്തെങ്കിലുമൊക്കെ കാണുന്ന ഓരോരുത്തരും കാണുന്നുണ്ട്. അതുപോലെ ഒരാൾ സ്വപ്നം കാണുമ്പോൾ അയാളുടെ ഭാര്യ കാണുന്നുണ്ടോ, കുട്ടികൾ കാണുന്നുണ്ടോ? ഇല്ല. തൊട്ടടുത്താണ് കിടക്കുന്നത്, ഒരേ വീട്ടിലാണ്, ഒരേ മുറിയിലാണ്, നടക്കില്ല എന്ന് പറയാം. അത് പ്രവിവിക്ത ബുഗാണ്. ആ ഒറ്റപ്പെട്ട അനുഭവങ്ങളാണ്, തന്നെ മാത്രം അനുഭവമാണ്. അങ്ങനെ ആ ഒറ്റപ്പെട്ട ലോകത്തെ അനുഭവിക്കുന്ന ആ ജീവൻ എന്താണ്? തൈജസ ദ്വിതീയ പാദ. തൈജസൻ എന്നാണ് അവൻ്റെ പേര്. അതാണ് 2ാമത്തെ പാദം. ഇത് നമ്മൾ ഈ അനുഭവിക്കുന്നില്ലേ? ഈ ഒരു അനുഭവം നമുക്കുള്ളതല്ലേ? ഈ അനുഭവം ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല എന്ന് പറയാം. അപ്പം 2ാം പാദം നമ്മുടെ 2 പേരുകളും കൂടെയാണ്, വിശ്വനെന്നും തൈജസനെന്നും. ഇനി 3ാമത്തെ ആൾ പറയുന്നു 5ാമത്തെ മന്ത്രം കൊണ്ട്. യത്ര സുപ്തോ ന കഞ്ചന കാമം കാമയത്തെ ന കഞ്ചന സ്വപ്നം പശ്യതി തത് സുഷുപ്തം സുഷുപ്തസ്ഥാന ഏകീഭൂത പ്രജ്ഞാനഘന ഏവാനന്ദമയോ ഹ്യാനന്ദഭുക്ചേതോ മുഖ പ്രാജ്ഞസ്തി തൃതീയപാദ. നമ്മുടെ 3ാമത്തെ പേര് പ്രാജ്ഞൻ എന്നാണ്. ആ പ്രാജ്ഞൻ്റെ 3ാമത്തെ പാദം. എത്ര സുപ്ത, എവിടെയാണോ ഒരാൾ ഗാഢസുഷുപ്തിയിലേക്ക് മാറുന്നത്. എന്താ സുഷുപ്തിയുടെ ലക്ഷണം? കഞ്ചന കാമം ന കാമയതേ, ഒന്നിനെയും കാമിക്കാതെ. അത് വേണം ഇത് വേണമെന്നോ ഒന്നുമില്ല, ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്നും പറഞ്ഞ് സുഖമായി ഉറങ്ങുകയാണ്. അങ്ങനെ കഞ്ചന കാമം ന കാമയതേ, കഞ്ചന സ്വപ്നം ന പശ്യതി.
അവിടെ ഒരു സ്വപ്നവുമില്ല, ജാഗ്രത അനുഭവവുമില്ല. പിന്നെ എന്താണ്? തത് സുഷുപ്തം, അത് സുഷുപ്തമാണ്, അത് സുഷുപ്തിയാണ്, ഗാഠസുഷുപ്തി. ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്ന ഗാഠസുഷുപ്തി. കഞ്ചന സ്വപ്നം ന പശ്യതി തത് സുഷുപ്തം സുഷുപ്തസ്ഥാനഃ ഏകീഭൂതഃ. ആ സുഷുപ്തസ്ഥാനത്തോടു കൂടിയിട്ടുള്ള അവൻ എന്താണ്? ഏകീഭൂതഃ, ഒറ്റയൊന്നുമായി മാത്രം താതാത്മ്യപ്പെട്ടിരിക്കുക. എന്താ? എല്ലാറ്റിനും സാക്ഷിയാണ് അവൻ. ഞാനൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ ഞാൻ സുഖമായി ഉറങ്ങി എന്ന് പറയുന്ന ഒരാളുണ്ട്. ആ ആളാണ് ഏകീഭൂത പ്രജ്ഞാനഘന ഏവ. ശരിക്കും പറഞ്ഞാൽ ഒന്നും അറിഞ്ഞില്ല എന്നുള്ളത് ആ പ്രജ്ഞാനഘനം, അത് ഘനീഭവിച്ചിട്ടുള്ള ഒന്നും അറിയാത്ത തരത്തിൽ അതൊരു ആവരണമുണ്ട്. ആ ആവരണത്തിൽ എന്താണ്? ബോധം ഘനീഭവിച്ച അവസ്ഥയാണ്. അതിൽ അവൻ എന്താണ്? ആനന്ദമയ, ആനന്ദത്തോടു കൂടിയിട്ട് ആനന്ദഭുഗ്, പ്രവിവിക്ത ഭുഗ്, അതുപോലെ തന്നെ ബാഹ്യലോകത്തെ അനുഭവിക്കുക. ഇവിടെ ആനന്ദഭുഗ്, ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ട് ചേതോമുഖ, ആ ചേതസ്സായ മുഖത്തോടു കൂടിയിട്ടുള്ള അവനെ പ്രാജ്ഞ തൃതീയ പാദ, ആ പ്രാജ്ഞൻ ആണ് മൂന്നാമത്തെ പാദം. വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ, ഇങ്ങനെ 3 പാദങ്ങൾ. ഇനി വളരെ പ്രധാനപ്പെട്ട എന്താണ് ഭാഗങ്ങളിലേക്ക് ഉപനിഷത്ത് പ്രവേശിക്കുകയാണ്. ഇത് പ്രധാനപ്പെട്ട തന്നെ ആ പ്രണവത്തെ നമുക്ക് നന്നായി ബോധിപ്പിച്ചു തരികയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ഈ കേട്ടത് നിങ്ങൾ നന്നായിട്ടൊന്ന് വിചാരം ചെയ്യണം. ഇതിലെന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ പങ്കുവയ്ക്കാം, അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അതേപോലെ സ്വസ്തികയെക്കുറിച്ച്, പ്രണവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സ്വസ്തികയെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായിട്ടുണ്ട്. സ്വസ്തികയും ഇതേപോലെ തന്നെയാണ്. സ്വസ്തികയ്ക്ക് ഈ സ്വാസ്ഥ്യത്തിൻ്റെ, ശാന്തിയുടെ, സമാധാനത്തിൻ്റെ ചിഹ്നമായിട്ട്, അടയാളമായിട്ടാണ് അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഈ സ്വസ്തിക പല മതങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ജൈന സമ്പ്രദായത്തിൽ, അതുപോലെ ബുദ്ധ സമ്പ്രദായത്തിൽ, ഇങ്ങനെ പല സമ്പ്രദായങ്ങളിലേക്കും ഈ സ്വസ്തിക, ഈവൻ ആദിമ കാലത്തെ ക്രോസ് എന്ന് പറയുന്നത് ഈ സ്വസ്തികയിൽ നിന്ന് അതിൻ്റെ മറ്റ് ഭാഗങ്ങളെ മാറ്റിയിട്ടുള്ളതാണ് ക്രോസ്. ഈ സ്വസ്തികയാണ്. മറ്റേ ഇപ്പോൾ കാണുന്ന ക്രോസ് പോലെ ഈ കുരിശ് എന്ന് പറയുന്നതല്ല. നമ്മൾ റെഡ് ക്രോസിൻ്റെ ഒക്കെ ഇത് കാണുന്നില്ലേ, അതേപോലെ. അപ്പം അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ സനാതനധർമ്മത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു വിശേഷപ്പെട്ട അടയാളമാണ്. പക്ഷേ ഇന്നത് അങ്ങനെ അങ്ങോട്ട് വ്യാപകമായിട്ട് അത് നമ്മൾ ഉണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മൾ സ്വസ്തി വാചകം എന്ന് പറയും, അതുപോലെ തന്നെ സ്വസ്തി ചൊല്ലുക, അതുപോലെ സ്വസ്തികയെ കളമായിട്ട് അരിപ്പൊടി കൊണ്ട് വീട്ടിൻ്റെ മുറ്റത്ത് സ്വസ്തി വരയ്ക്കുക, പിന്നെ ഈ കുംഭത്തിൽ സ്വസ്തിക അടയാളപ്പെടുത്തുക. ആ സ്വസ്തികയ്ക്ക് ആധ്യാത്മിക ശക്തിയെ ജ്ഞാനത്തിൻ്റെ സ്വസ്തികയും കർമ്മത്തിൻ്റെ സ്വസ്തികയുണ്ട്. അതിൻ്റെ ആ വാല് വലത്തോട്ട് പോകുന്നതും ഇടത്തോട്ടുള്ളതിനും അങ്ങനെ വ്യത്യസ്തമായ അർത്ഥം കൽപ്പിച്ച് പറയാറുണ്ട്. സ്വസ്തികയും ഇതുപോലെ ഒരു പരമമായ സത്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന അടയാളമാണ്. അങ്ങനെ അടയാളമായിട്ടാണ് നമ്മുടെ സംസ്കൃതിയിൽ കരുതിപ്പോരുന്നത്. ഇന്നതിന് ഈ പറഞ്ഞതുപോലെ കുറച്ച് ഒരു പ്രചാരം കുറവാണ്. എന്നാൽ പ്രണവം അങ്ങനെയല്ല. പ്രണവത്തിൻ്റെ ലിഖിത രൂപം അല്ലെങ്കിൽ അതിനെ വരച്ചു വയ്ക്കുക എന്നുള്ളത് സർവത്ര നമുക്ക് കാണാം. പക്ഷേ അതിൻ്റെ ആഴത്തിലുള്ള പഠനം ഈ പറഞ്ഞതുപോലെ അനിവാര്യമായിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ ആഴത്തിൽ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി.